ഹായ് ഹലോ ഓൾ. സോ ഈ സീരീസ് ഓഫ് ജാവയിൽ നമ്മൾ ബേസിക് മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള ജാവ ടോപ്പിക്സ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. ഈ സീരീസിന് ഞാൻ ഒരു 3 പാർട്ടായിട്ട് പിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് ജാവ സ്റ്റാർട്ടർ, ഊപ്സ് കോൺസെപ്റ്റ്, അഡ്വാൻസ് ജാവ. ജാവ സ്റ്റാർട്ടറിൽ ബേസിക് ആയിട്ടുള്ള ജാവ കോൺസെപ്റ്റ്സ് ലൈക്ക് വേരിയബിൾസ്, ഡേറ്റ ടൈപ്സ്, അതുപോലെയൊക്കെ. ഊപ്സ് കോൺസെപ്റ്റിൽ നമ്മുടെ എൻകാപ്സുലേഷൻ, അബ്സ്ട്രാക്ഷൻ, പിന്നെ എന്തായിരുന്നു ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, അതുപോലെയൊക്കെ. ഓക്കെ, അടുത്ത് വന്നിട്ട് അഡ്വാൻസ് ജാവ. ഇതിൽ വന്നിട്ട് ഊപ്സ് കോൺസെപ്റ്റ് പോകുകയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ മൾട്ടി ത്രെഡിങ്, ത്രെഡ്സ്, ഇതുപോലത്തെ കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ അഡ്വാൻസ് ജാവയിൽ നമ്മൾ കവർ ചെയ്യും. ജാവ സ്റ്റാർട്ടർ. സോ നമ്മൾ ടെക്നിക്കലായിട്ട് ജാവയുടെ ഉള്ളിൽ പോകുന്ന മുന്നേ ജാവ എന്താണെന്ന് അറിയണ്ട. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോയിട്ട് വരാം. ജാവ എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇപ്പോൾ ഹൈ ലെവൽ എന്ന് പറയുമ്പോൾ സിയും C++ഉം ജാവാസ്ക്രിപ്റ്റും ജാവയും ഇതൊക്കെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും അതിനൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതൊരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നെക്സ്റ്റ് വന്നിട്ട് ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോൾ വേണമെങ്കിൽ ഇത് പോയി ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു ലാപ്ടോപ്പ് ഇരുന്നാൽ മതി, എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ഇത് ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അടുത്ത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ലാംഗ്വേജ്. ഈ ഒരു വിൻഡോസ് വേണം, ഇതിനൊരു ലിനക്സ് വേണം, ലിനക്സ് ഇരുന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇതില്ല. എന്തോ ഒരു എൻവിറോൺമെന്റ് ആയാലും ചെയ്യാൻ പറ്റും. മാക് OS, ലിനക്സ്, ഇതുപോലെ എന്തായിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ഹിസ്റ്ററി ഓഫ് ജാവ. ഹിസ്റ്ററി ഓഫ് ജാവയില് ലൈക്ക് ഒരു ഫ്ലാഷ് ബാക്ക് അല്ലെ. ഫസ്റ്റ് ഒരു ജെയിംസ് ഗോൺസ്ലിംഗ് പറഞ്ഞ ഒരാളാണ് ഇതിനെ ഡെവലപ്പ് ചെയ്തത്. സൺ മൈക്രോ സിസ്റ്റമിലാണ് ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ഇനീഷ്യലി ഇതിന്റെ പേര് ഓക്ക് എന്നായിരുന്നു. പിന്നെ അതിന് ശേഷം ഒറാക്കിൾ ക്യാപ്ചർ ചെയ്തു ഈ ജാവനെ, ഈ സൺ മൈക്രോ സിസ്റ്റത്തിന്. അതിനുശേഷം ജാവ എന്ന് പറഞ്ഞിട്ട് അതിനെ റീനെയിം ചെയ്തു. ഓക്കെ, സോ ഹിസ്റ്ററി ഓഫ് ജാവയൊക്കെ നമ്മൾ എല്ലാ പ്രാവശ്യം പഠിക്കാറുണ്ട്, പക്ഷെ ഒவ்வொரு പ്രാവശ്യം മറന്നുപോകും ഇതൊക്കെയാണ് സംഭവങ്ങളൊക്കെ. നമുക്ക് റിവൈസ് ചെയ്യാം. അടുത്ത് വന്നിട്ട് ആർക്കിടെക്ചർ ഓഫ് ജാവ. ആർക്കിടെക്ചർ ഓഫ് ജാവ എന്ന് പറയുന്നത് ജാവയിലെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ നടക്കുന്നത് അതുപോലെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ആർക്കിടെക്ചർ ഓഫ് ജാവ. സോ ഫസ്റ്റ് വന്നിട്ട് സോഴ്സ് കോഡ്. സോഴ്സ് കോഡ് എന്ന് പറയുന്നത് ജാവയുടെ പ്രോഗ്രാം, ജാവ കോഡ്. ഈ സോഴ്സ് കോഡ് വന്നിട്ട് ജാവയുടെ കമ്പൈലർക്ക് നമ്മൾ അയക്കും. ജാവ കമ്പൈലർ എന്താ ചെയ്യാ ഇതിനെ ബൈറ്റ് കോഡ് ആയിട്ട് മാറ്റും. ബൈറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബൈറ്റ് കോഡ് എന്ന് പറയുന്നത് ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8. ഓക്കെ, 8. ഇതിനൊരു 8 സ്പേസ് അലക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ 8 സ്പേസിൽ 01, 01 അല്ലെങ്കിൽ 10 അതുപോലെ വന്നിട്ട് ബൈനറി ഡിജിറ്റ്സിന് അലക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ബൈനറി ഡിജിറ്റ്സെ വന്നിട്ട് മെഷീന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ജാവ കമ്പൈലറുടെ ജോലി തന്നെ ഇതാണ്. നമ്മൾ തരുന്ന സോഴ്സ് കോഡിന് 0s and 1s ആയിട്ട് മാറ്റുന്നുണ്ട്. എന്തിനാ മാറ്റുന്നത് വെച്ചാൽ മെഷീന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അടുത്ത് വന്നിട്ട് JVM. ഈ ബൈറ്റ് കോഡൊക്കെ വന്നിട്ട് നമ്മൾ JVMക്ക് അയക്കും. ഓക്കെ, JVM വെച്ചാൽ എന്താ നമ്മൾ ഡീപ്പായിട്ട് ഇനി നോക്കാം അപ്കമിങ് വീഡിയോസിൽ. അടുത്ത് വന്നിട്ട് ഈ JVM നിന്ന് ആ സാധനത്തിന് നമ്മൾ മെഷീൻ കോഡായിട്ട് വാങ്ങും. ഓക്കെ, മെഷീൻ കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതേ ബൈറ്റ് കോഡ് തന്നെ, ഇതേ ബൈനറി ഡിജിറ്റ്സ് തന്നെ, പക്ഷെ ഈ 8 എന്ന കോൺസെപ്റ്റ് ഇല്ല, ബൈറ്റ് എന്ന കോൺസെപ്റ്റ് ഇല്ല. ജസ്റ്റ് 01, 01 എന്ന് പറഞ്ഞിട്ട് 01, 11, 01 അതുപോലെ കണ്ട് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഇതാണ് മെഷീൻ കോഡ്. അടുത്ത് ഈ ജാവ എങ്ങനെയാണ് നമ്മൾ റൺ ആവുന്നത് എന്നിട്ട് നമുക്ക് നോക്കാം. ജാവ ഏതൊരു ജാവ പ്രോഗ്രാം ആയിരുന്നാലും നമ്മൾ ക്ലാസ് നെയിം .java അതുപോലെ നമ്മൾ സേവ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ സേവ് ചെയ്താലും നമുക്ക് റൺ ആക്കാൻ പറ്റുള്ളൂ. അടുത്ത് വന്നിട്ട് ഇതിന് കമ്പൈലർക്ക് നമുക്ക് കൊടുക്കണമല്ലോ. സോ കമ്പൈലറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കഴ്സർ അവിടെ പോയി
സോ കമ്പൈലറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജാവ സി എന്ന് പറഞ്ഞ ജാവ കമ്പൈലർ, ജാവ സി ഫയൽ നെയിം ഡോട്ട് ജാവ അതുപോലെ പറഞ്ഞിട്ട് നമുക്ക് തരുന്നുണ്ട്. അടുത്ത് വന്നിട്ട് ഫയൽ നെയിം ഡോട്ട് ജാവ പറഞ്ഞു വെച്ചാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, സോ ഇതാണ് ജാവ കൂടെ റൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ്. ആൻഡ് ഇനിയൊരു കോൺസെപ്റ്റും കൂടെ ഉണ്ട്. ഈ സ്ഥലത്തില് ഈ രണ്ട് പ്രോസസ്സിനെയും വന്നിട്ട് നമ്മൾ കമ്പൈൽ ടൈം എന്ന് പറയും. ഓക്കേവാ, ഇത് കമ്പൈൽ ടൈമിൽ റൺ ആവുകൊണ്ട് കമ്പൈൽ ടൈം എന്ന് പറയും. അടുത്ത് ഇത് വന്നിട്ട് റൺ ടൈമിൽ റൺ ആവുന്നുണ്ട്. ഓക്കെയാ, JVM ടു മെഷീൻ കൂടെ വന്നിട്ട് റൺ ടൈമിൽ റൺ ആവുന്നുണ്ട്.